സ്ക്രീൻ കാണാവോ? കാണാം. ഓക്കെ. നമ്മൾ കഴിഞ്ഞ ദിവസം DBS എക്സ്പോർട്ട് ചെയ്തില്ലായിരുന്നോ ആഡ്സ്പ്രോയിൽ നിന്ന്? സോ ആ ഒരു ടേബിളിന്റെ ഒരു പോർഷൻ എടുത്ത് വെച്ചേക്കുവാ ഞാൻ. ഇത് സ്ലാബിന്റെ ആയിരുന്നു, അതുകൊണ്ട് എല്ലാം എട്ടമമ്മിന്റെ കമ്പിയാണ്. ഒരു BPS കിട്ടിയാൽ നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ഏതൊക്കെ ബാറുണ്ട്, ഏതൊക്കെ ലെങ്ത് വരുന്നുണ്ട്, എന്ത് മെമ്പറിന്റെ ആണ് എന്ന കാര്യങ്ങൾ ആദ്യം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ അതിൽ ഫസ്റ്റ് എല്ലാ ടൈം സെയിം ആണ്. സോ നമ്മൾ പർച്ചേസ് കൊടുക്കുമ്പോഴത്തേക്കും ഇതിന്റെ വെയിറ്റ് ഓഫ് സ്റ്റീൽ നമുക്ക് വേണം. വെയിറ്റ് ഓഫ് സ്റ്റീൽ കണ്ടുപിടിക്കുന്നത് നമ്മൾ ഒരു ഇക്വേഷൻ ഉണ്ട്, ഡയ സ്ക്വയർ ബൈ 162 ഇൻറ്റു ലെങ്ത് എന്നാ ചെയ്യുന്നത്. ഇവിടെ ഡയ എന്ന് പറയുന്നത് 8 സ്ക്വയർ ഇൻറ്റു നമ്പർ ഓഫ് ബാർ ഇൻറ്റു ലെങ്ത് ഡിവൈഡ് ബൈ 162. അത് ഞാൻ ലെങ്ത് mm എടുത്തേക്കുന്നത് കൊണ്ട് പിന്നെ അത് ഒന്നും കൂടി 1000 വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കപ്പോ ടോട്ടൽ വെയിറ്റ് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് 389.5 അല്ലെങ്കിൽ kg ആണ്, അല്ലെങ്കിൽ 0.3 ടൺസ് ആണ് വരുന്നത്. ഇനി കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 75 റുപ്പീസ് ഞാൻ ഇപ്പോൾ ഒരു ആവറേജ് എടുത്തേക്കുവാണ്. സ്റ്റീൽ കോസ്റ്റ് ബ്രാൻഡ് അനുസരിച്ച് മാറും, ഇതൊരു ആവറേജ് റേറ്റ് എടുത്തേക്കുവാണ്. ടോട്ടൽ കോസ്റ്റ് എനിക്കൊരു 30,000 റുപ്പീസിന് അടുത്ത്. ഇതിപ്പോ ജസ്റ്റ് എനിക്ക് സ്റ്റീലിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഉൾപ്പെടെ, ഇതിപ്പോ 1 ടണ്ണിന് താഴേക്ക് ആയതുകൊണ്ട് ചിലപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അഡീഷണൽ കൊടുക്കേണ്ടി വരും. സോ സ്റ്റീൽ അലോൺ കോസ്റ്റ് നമുക്കൊരു 29,200 റുപ്പീസിന് അടുത്ത് വരുന്നുണ്ട്. ഇനി GST അഡീഷണൽ ആണെങ്കിൽ അങ്ങനെ അതിന്റെ റേറ്റും കൂടി കയറി വരും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യം. അപ്പൊ സ്റ്റീൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഈ 0.3 ടൺസ് മാത്രം വാങ്ങിയാൽ മതിയോ എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാരണം എപ്പോഴും നമ്മൾ എന്ത് വാങ്ങുമ്പോഴും വേസ്റ്റേജിന് ഒരു പെർസെൻറ്റേജ് കൺസിഡർ ചെയ്യണം. എത്ര പെർസെൻറ്റേജ് വേസ്റ്റേജ് വരും, എങ്ങനെ നിങ്ങൾക്ക് അത് ആന്റിസിപ്പേറ്റ് ചെയ്യാം. പഴയ പ്രൊജക്ട്സ് നോക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ അല്ലാതെ നിങ്ങൾക്ക് ആക്ച്വൽ എത്ര വേസ്റ്റേജ് വരും എന്ന് കണ്ടുപിടിക്കുന്നതാണ് ഒപ്റ്റിമൈസേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് വേസ്റ്റേജ് കണ്ടുപിടിക്കുകയും വേണം, വേസ്റ്റേജ് കുറയ്ക്കുകയും വേണം. ഈ രണ്ടും കൂടി മീറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒപ്റ്റിമൈസേഷൻ ഓഫ് റീബാർ. അത് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് നമുക്ക് പറയുന്ന ഒപ്റ്റിമാക്സ്. ഈ പഠിപ്പിക്കുന്ന സോഫ്റ്റ്വെയർസിൽ ഏറ്റവും സിമ്പിളും പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള സോഫ്റ്റ്വെയർ ഒപ്റ്റിമാക്സ് ആണ്. പക്ഷെ ഒപ്റ്റിമാക്സിന്റെ അസൈൻമെന്റ് ഒരിക്കലും സിംഗിൾ ആയിരിക്കില്ല, അത് കമ്പൈൻഡ് ആണ്. BBSന് അസൈൻമെന്റ് ആയിട്ടാണ് കമ്പൈൻ ചെയ്തേക്കുന്നത്. സോ ഒപ്റ്റിമാക്സിന് ഒറ്റയ്ക്കായിട്ടൊരു സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കുന്നില്ല. കാര്യം BBS ചെയ്യാൻ അറിയാത്ത ഒരാൾക്ക് ഒപ്റ്റിമൈസേഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ഇമ്പോർട്ടൻസ് വരുന്നില്ല. ഒപ്റ്റിമൈസേഷൻ പ്യുവർലി മാത്തമാറ്റിക്സ് ആണ്. പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. കുറെ കോമ്പിനേഷൻസ് നോക്കിയിട്ട് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ഓഫ് കട്ടിങ് ആണ് അത് എടുക്കുന്നത്. സോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുവാണെങ്കിൽ ഒപ്റ്റിമാക്സ് എലോൺ ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ ഒപ്റ്റിമാക്സിന് ഏറ്റവും കൂടുതൽ ഒരു ബഡ്ജറ്റിനെ കൺട്രോൾ ചെയ്യാൻ, അതായത് സ്റ്റീലിന്റെ പർച്ചേസിന്റെ ബഡ്ജറ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഞാൻ അതിന് ഡിഫറൻസ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ എനിക്ക് ഇവിടെ 8 mm 6 ബാറുണ്ട്, ലെങ്ത് 2.12 മീറ്റേഴ്സ് ആണ്. സോ ഇതെന്ന് പറയുമ്പോൾ 6 × 2.12 12.7 മീറ്റേഴ്സ്. അത്രയും ലെങ്ത് ഉള്ള ഒരു ബാർ നമുക്ക് ഒരിക്കലും അവൈലബിൾ അല്ല. നമുക്ക് 12 മീറ്റർ ആണ് കിട്ടുക. സോ നമുക്ക് മാക്സിമം പോയാൽ ഇതിൽ 5 ബാറേ കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു ബാർ നമുക്ക് പുതിയ ഫ്രഷ് ലെങ്ത്തിൽ നിന്ന് കട്ട് ചെയ്യണം. സോ ഞാൻ ഈ ഓർഡറിലാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ ഇരിക്കുന്നു നോക്കാം നമുക്ക്. എനിക്കിവിടെ ഒരു ബാർ ബാലൻസ് വന്നേ. ഈ നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ അകത്ത് നോക്കാം, 8 എണ്ണം വരുമ്പോഴത്തേക്കും അത് 12 മീറ്റർ താഴെയാ, അത് എനിക്ക് ഫുൾ ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതൊരു ഫുൾ ലെങ്ത് ബാർ, ഇതൊരു ഫുൾ ലെങ്ത് ബാർ. ഇത്രയും ബാലൻസ് എനിക്ക് കട്ട് ചെയ്യാനുണ്ട്. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞ ബാറാണേ, ഇത് 2B കട്ടാണ്. ഇനി നെക്സ്റ്റ് പോർഷൻ നോക്കാം. ഇങ്ങനെ എല്ലാത്തിനും ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് എടുക്കുകയാണ്. സോ ഇതിൻ്റെ അകത്ത് 12 മീറ്ററിനേക്കാൾ കൂടുതൽ എക്സീഡ് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കണ്ടുപിടിച്ചിട്ട് കുറയ്ക്കാം. ഇത് 5 എണ്ണം, 5 എണ്ണം പറ്റത്തില്ല, 4 എണ്ണേ കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ബാലൻസ് എനിക്ക് എത്ര ഫുൾ ലെങ്ത് വരും? 3 എണ്ണം, 4 എണ്ണം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 3 ഫുൾ ലെങ്ത്, അതായത് 3 × 2500. ഇവിടെ എനിക്ക് ഒരെണ്ണം കുറച്ച് നോക്കാം. ഓക്കെ, 1 മീറ്റർ അല്ലേ, ഈ ടോട്ടൽ ലെങ്ത് 13 ഉണ്ട്. സോ ഒരെണ്ണം കുറച്ചാൽ പോരാ, 10 എണ്ണം എടുക്കാം.
2 ഫുൾ ലെങ്ത് ബാലൻസ് വരുന്നുണ്ട്. അങ്ങനെ ഇതിന്റെ ഫുള്ളിന്റെയും ചെയ്ത് നോക്കണം. അങ്ങനെ ഫുള്ളിന്റെയും ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര 12 മീറ്ററിന്റെ ബാർ കിട്ടും വേണമെന്ന് നമ്പർ കിട്ടും. അതാണ് ആക്ച്വൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ട ക്വാണ്ടിറ്റി. ഇതിനകത്ത് ഞാൻ ഇത്രയും വെച്ച് നിർത്തുവാണ്, മൊത്തം ചെയ്യാൻ പോകുന്നില്ല. ഇത്രയും മാത്രമാണെങ്കിൽ എങ്ങനെയാന്ന് നോക്കാം. നമുക്ക് ഫുള്ള് ചെയ്ത് വരുമ്പോൾ ചിലപ്പോ സമയം കിട്ടുന്നില്ല. ഇത്രയും മാത്രത്തിന്റെ വെയിറ്റ് ഒന്ന് നമുക്ക് വെച്ച് കമ്പയർ ചെയ്ത് നോക്കാം. ഇത് 22.2 kg ആണ്. എനിക്ക് ഈ ഒരു പാറ്റേണിലാണെങ്കിൽ ഇത്രയും ബാർ. സോ ഇതിനെല്ലാത്തിനും ഓരോ ബാർ വെച്ച് വേണം. എനിക്ക് അപ്പൊ എത്ര ബാർ വേണം? ഇവിടെ 4 ഫുൾ ലെങ്ത് 4 × 12 മീറ്റേഴ്സ് 12,000. ഇതിനെ നമുക്ക് ഈ ലെങ്ത്തുകളായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഫുൾ 12 മീറ്റർ ഒരു ബാർ വാങ്ങിയാൽ മാത്രമേ നമുക്ക് ഇത്രയും പീസസ് മുറിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എനിക്ക് 4 സെറ്റ് ബാർ വേണം. സോ 4 ബാർ വേണം എന്ന് പറയുമ്പോൾ 4 × 12 48 മീറ്റേഴ്സ് വേണം. ഇനി ബാലൻസ് ഉള്ള ലെങ്ത് ടോട്ടൽ ചെയ്ത് നോക്കാം നമുക്ക്. അത് 12 മീറ്റർ അപ്പോഴും എക്സീഡ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്യണം? ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് കട്ട് ചെയ്യാതിരിക്കണം. ഇതിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു 1 മീറ്ററിന്റെ ബാർ കട്ട് ചെയ്യാതിരുന്നാൽ നമുക്ക് വേസ്റ്റേജ് കുറവായിരിക്കും. അപ്പൊ ഞാൻ അതിൽ ഒരു ബാർ കുറച്ചു. അത് അടുത്തൊരു സെറ്റും കൂടി എനിക്കപ്പോ ഒരു ബാറും കൂടി വേണം. ഇനി ഇത് കൂടാണ്ട് ഇതിനോട് ഒരു ബാറും കൂടി എനിക്ക് ആഡ് ചെയ്യണം. 4 5 ആയി. പിന്നെ ഇത് ഒരെണ്ണം കൂടി കട്ട് ചെയ്യാൻ എനിക്കൊരു ഫുൾ ലെങ്ത് വേണം. സോ 6 bars. അപ്പൊ ടോട്ടൽ എനിക്ക് എത്രയാ വരുന്നത്? 72 മീറ്റർ ലെങ്ത് വരുന്നുണ്ട്. അതിന്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുമ്പോൾ 8 × 8 × 72 ടോട്ടൽ ലെങ്ത് ഡിവൈഡ് ബൈ 162,000. അതായത് 28.44 ആണ് kg ആണ് എനിക്ക് വാങ്ങിക്കേണ്ടത്. 22 kg ആണ് എനിക്ക് വെയിറ്റ് ഓഫ് ബാർ കിട്ടിയതെങ്കിലും നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ 28.4 kg ആയിരിക്കും അവരവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുക. അല്ലെങ്കിൽ ഈ ഒരു ബാർ ഒരു മിസ് ഔട്ട് ചെയ്യും. ചിലപ്പോൾ അതിൽ ഒരെണ്ണത്തിന്റെ കുറവ്, ഒരു ബാറിന്റെ കുറവ്. 72 എന്നുള്ളത് നമുക്ക് 60 ആയിരിക്കും. 60 ബാറുകൾ 60,000 ആയിട്ട് അത് മാറും. അങ്ങനെയാണെങ്കിൽ 23. അപ്പോഴും നമുക്ക് 22 kg ഒരിക്കലും വരുന്നില്ല. അതാണ് നിങ്ങൾ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ചിലപ്പോൾ ഈ വേരിയേഷൻ നമുക്കൊരു ട്വൈസ് ഒക്കെ വരാം. ഇതെല്ലാം ഇപ്പൊ ഈ ലെങ്ത്തിന് പകരം എല്ലാം 6 മീറ്റേഴ്സ് വരുന്ന ലെങ്ത്തുകളാണെന്ന് വിചാരിക്കും. ഇത് 612, ഇത് 7475, ഇത് 2 മീറ്ററും ഇത് ഒരു 8 മീറ്റർ ഉള്ള ബാറാന്ന് വിചാരിക്കുക. ഈ കേസിൽ എല്ലാം മാറി. ഇത് കണ്ടോ, എനിക്ക് ഒറ്റ ബാറേ ഈ ഫുൾ ലെങ്ത് ഒന്ന് മുറിക്കാൻ പറ്റുള്ളൂ. ഇവിടെ എനിക്കൊരു ഫുൾ ലെങ്ത് ഈ ഒരു ബാറേ കിട്ടത്തുള്ളൂ. ഇവിടെയും ഫുൾ ലെങ്ത് ഈ ഒരു ബാറ് കിട്ടുള്ളൂ. വേസ്റ്റേജിന്റെ പെർസെന്റേജ് ചിലപ്പോൾ ഡബിൾ ചെയ്യും. മനസ്സിലായോ? ആദ്യത്തെ കേസിൽ എനിക്ക് വേസ്റ്റേജ് പോകുന്നത് 24, അതായത് വേസ്റ്റേജിന്റെ പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ കേസിൽ 24 ടണ്ണിൽ നിന്ന് 22 ടണ്ണ് കുറച്ച് ഡിവൈഡ് ബൈ 22 എനിക്ക് 0.09 അല്ലെങ്കിൽ 9% ആണ് വേസ്റ്റേജ് വരുന്നതെങ്കിൽ ഈ കേസിൽ എനിക്കൊരു 20% വേസ്റ്റേജ് എങ്കിലും വരാൻ സാധ്യതയുണ്ട്. മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടി കട്ടിംഗ് പാറ്റേൺ വെച്ച് കാണിച്ചു തരാം. അതായത് ഈ കേസിൽ എനിക്ക് ഓരോ ബാറിനും ഇതിന് ഓരോന്നിനും സെപ്പറേറ്റ് ഫുൾ ലെങ്ത് വാങ്ങിക്കണം. സോ 6 മീറ്റർ മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ബാലൻസ് 5 മീറ്ററിനടുത്ത് എന്തൊരു പീസേ കിട്ടത്തുള്ളൂ. സോ ഈ 6 ബാറും എനിക്ക് പുതിയ ഫ്രഷ് പീസ് കട്ട് ചെയ്യണം. സോ എനിക്ക് അവിടെ 72 പീസ് വന്നു. ഇവിടെ 8 ബാറും എനിക്ക് ആ ഫ്രഷ് പീസ് തന്നെ കട്ട് ചെയ്യണം. സോ അവിടെയും 12 ഫുൾ ലെങ്ത് 12 മീറ്റർ ഉള്ള ഫുൾ ലെങ്ത് യൂസ് ചെയ്യണം. 7 ബാറ് ഇതിന് എനിക്ക് പാറ്റേണിൽ എടുക്കാം. ഒന്നില്ലെങ്കിൽ ഇതിന്റെ ബാലൻസ് ലെങ്ത്തുകളിൽ നിന്ന് മുറിക്കാം. ഇത് 7 എണ്ണം ഉണ്ട്. ഇതിന്റെയൊക്കെ ബാലൻസ് ലെങ്ത് ഒന്ന് മുറിക്കുമ്പോൾ ഇതിന് എക്സ്ട്രാ ബാറ് വാങ്ങാണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ എന്താ 8 മീറ്റർ ഉണ്ട്. സോ 12 ബാറ് ഫുൾ ലെങ്ത് തന്നെ വാങ്ങണം. ഇതിന്റെ എല്ലാത്തിന്റെയും കൂടി ടോട്ടൽ ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്കും മീറ്റേഴ്സിലാണോ ഇത് എടുത്തേ. ടോട്ടൽ ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്കും എനിക്കത് വരുന്നത് 312 മീറ്റേഴ്സ് ആണ്. സോ ടോട്ടൽ വെയിറ്റ് ഇവിടെ എനിക്ക് ആക്ച്വൽ വെയിറ്റ് ഓഫ് ബാർ 83.83 വന്ന സ്ഥാനത്ത് ഇവിടെ എനിക്ക് പർച്ചേസ് ചെയ്യേണ്ട വെയിറ്റ് 123.86
126 അല്ലെങ്കിൽ 123 kg വേണ്ടി വന്നു. 83 വേണ്ട സ്ഥാനത്ത് 123 kg സ്റ്റീൽ വാങ്ങിയാൽ മാത്രമേ എനിക്ക് അവിടെ അത് ലാഭ ലൈക്ക് ആക്ച്വൽ കൺസപ്ഷന് ആവശ്യമുള്ളത് കിട്ടുള്ളൂ. സോ നമ്മളുടെ വേസ്റ്റേജ് എന്ന് പറയുന്നത് 47% ആയി. ആദ്യം 9% നിന്ന് നേരെ ഹാഫിലേക്ക് ചാടി 47% വേരിയേഷൻ കണ്ടു. മനസ്സിലായോ? അപ്പൊ ഇതിൽ ഏറ്റവും ഒപ്റ്റിമം അല്ലെങ്കിൽ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്ത് കട്ട് ചെയ്യുക അല്ലെങ്കിൽ വേസ്റ്റേജ് കുറയ്ക്കുക എന്നുള്ളൊരു ഓപ്ഷൻ നമ്മളിപ്പോ ഈ മാനുവലി പ്ലാൻ ചെയ്യണം. ഇതാകെ 4 ബാറിന്റെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തേ. ഇങ്ങനെ എന്തോരം ബാറുകളായിരിക്കും നമുക്കൊരു DBS ഫയലിൽ ഉണ്ടാവുക. ചിലപ്പോൾ 100-150 ബാർ ഉണ്ടാവും. എല്ലാത്തിന്റെയും ഇരുന്ന് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാല് നന്നായി സമയവും പോകും, നമുക്ക് ചിലപ്പോൾ ഉദ്ദേശിച്ച റിസൾട്ടും കിട്ടത്തില്ല. ഓക്കെ, വേസ്റ്റേജ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ മിക്സ് ചെയ്യാം. ഇപ്പൊ താഴത്തെ ഒരു ഫ്ലോറിന്റെ സ്ലാബ് മാത്രം അല്ലാണ്ട് വേറെയും ഫ്ലോറുകളിലെ സ്ലാബ് ആഡ് ചെയ്യാം. അപ്പൊ പല ലെങ്ത്തുകൾ വരും. അപ്പൊ അതിന്റെ എല്ലാം കൂടി ഒപ്റ്റിമൈസ് ചെയ്യുക, അതായത് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള കട്ടിംഗ് ലെങ്ത് കണ്ടുപിടിക്കുക. സോ നമ്മളൊരു പാറ്റേൺ ഫിക്സ് ചെയ്യുക. ഇന്ന ബാർ ഇത്ര എണ്ണം വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കുറവ് വേസ്റ്റേജ് കിട്ടും എന്ന രീതിയിൽ നമ്മളൊരു പാറ്റേൺ അനലൈസ് ചെയ്യുകയാണ്. ആ പാറ്റേണിന്റെ ബേസ് ചെയ്ത് നമുക്ക് വേസ്റ്റേജും കുറയ്ക്കാൻ പറ്റും, പർച്ചേസിൽ എക്സാക്ട്ലി എത്ര ക്വാണ്ടിറ്റി വേണമെന്നും കിട്ടും. സെക്കൻഡ്ലി പർച്ചേസ് മാത്രമല്ല, ഇത് സൈഡിൽ മുറിക്കുമ്പോഴും അവരൊരു 12 മീറ്റർ ബാർ എടുത്താൽ ഫുള്ള് എല്ലാം ഈ 6 മീറ്റർ കട്ട് ചെയ്യുന്നതിന് പകരം 6 മീറ്ററും ഈ ബാക്കിയുള്ളത് ബാലൻസ് വേസ്റ്റ് വരുന്നത് 2.5 മീറ്ററും കട്ട് ചെയ്താൽ മാത്രമാണ് എനിക്ക് അവിടെ വേസ്റ്റേജ് കുറയുള്ളൂ. അതിന് പകരം ആദ്യം എല്ലാത്തിനും 6 മീറ്ററിന്റെ പീസ് കട്ട് ചെയ്തു, പിന്നെ 7 മീറ്ററിനെ കട്ട് ചെയ്തു. ഇതിനെല്ലാം ഒരു ഫുൾ ലെങ്ത് ബാർ എടുത്തിട്ട് അതിൽ നിന്ന് കട്ട് ചെയ്യാൻ നിന്ന് എന്ത് പറ്റും? ഞാൻ പർച്ചേസ് ടൈമിൽ ഇത് ഈ വേസ്റ്റിൽ നിന്ന് കട്ട് ചെയ്യുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തത്. സൈറ്റിൽ അത് അറിയുന്നില്ല. അപ്പൊ അവരെന്ത് പറ്റും? അവര് പുതിയൊരു ഫുൾ ലെങ്ത് എടുത്ത് ഇത് ഫുൾ കട്ട് ചെയ്യും. അപ്പോൾ എനിക്ക് എക്സ്ട്രാ ബാർ വാങ്ങിയാൽ മാത്രമാണ് ഇനി 8 മീറ്ററിന്റെ ബാർ കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമ്മൾ ഈ കട്ടിങ്ങിന് അല്ലെങ്കിൽ പർച്ചേസ് ടൈം ചെയ്യുന്ന ഒപ്റ്റിമൈസേഷൻ സൈറ്റിൽ കട്ടിംഗ് ടൈമിൽ ഇംപ്ലിമെന്റ് ചെയ്യണം. അതിനാണ് നമ്മൾ കട്ടിംഗ് പാറ്റേൺ അല്ലെങ്കിൽ ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നതും ആ പാറ്റേൺ സൈറ്റിലേക്ക് കൊടുക്കുന്നത്. സോ ജസ്റ്റ് BBS ചെയ്ത് സൈറ്റിൽ കൊടുത്തിട്ട് കാര്യമില്ല, റീബാർ കട്ട് ചെയ്യുന്നതിന്റെ ഒപ്റ്റിമൈസ്ഡ് പാറ്റേണും കൂടി കൊടുത്താലാണ് ബെസ്റ്റ് എഫക്റ്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സേവിങ് ഉണ്ടാവുള്ളൂ. കാരണം വേസ്റ്റേജ് ഓഫ് സ്റ്റീൽ സംഭവിക്കുന്നത് BBS ചെയ്യുമ്പോഴോ ഡിസൈൻ ചെയ്യുമ്പോഴല്ല, സൈറ്റിൽ കട്ട് ചെയ്യുന്ന രീതിയാണ്. പ്രോപ്പർ ആയിട്ട് എഞ്ചിനീയർഡ് ആയിട്ടുള്ള ഒരു കട്ടിംഗ് പാറ്റേൺ യൂസ് ചെയ്താലാണ് സൈറ്റിലെ വേസ്റ്റേജ് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്താലും വേസ്റ്റേജ് ഹയർ ആയിട്ട് തന്നെ നിൽക്കുള്ളൂ. നമ്മളിപ്പോ കണ്ടില്ലേ 47%ലേക്ക് അത് നേരെ ഇൻക്രിമെന്റ് ആവുക ചെയ്തത്. ജസ്റ്റ് ആ പാറ്റേണിലെ അഡ്ജസ്റ്റ്മെന്റിൽ അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ബാറിന്റെ വ്യത്യാസം കൊണ്ട് അത്രയും വേരിയേഷൻ വേസ്റ്റേജിൽ വരാം. ബഡ്ജറ്റ് നമുക്ക് ജസ്റ്റ് 75 രൂപ വേണ്ട സമയത്ത് അതിന്റെ 1.5 ഇരട്ടി 75 രൂപയും പിന്നെ ഒരു 30 രൂപയും കൂടി വേണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് 1 kg സ്റ്റീലിന്റെ അല്ലെങ്കിൽ കറക്റ്റ് റിക്വയർമെന്റിലേക്ക് എത്തൂ, വേസ്റ്റേജ് ഉൾപ്പെടെ എത്തൂ എന്ന രീതിയിലേക്ക് മാറും കാര്യങ്ങൾ. ഞാൻ ഇപ്പൊ പറഞ്ഞ അത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഒപ്റ്റിമാക്സിന്റെ ഒരു സാമ്പിൾ കാണിച്ചു തരാം. അതായത് ഒപ്റ്റിമൈസ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് എന്താണെന്ന് കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കട്ടിങ്ങിന്റെ പാറ്റേൺ ഒരേ ലെങ്ത് തന്നെ എനിക്ക് മുറിക്കണം ഒരു നിർബന്ധമില്ല. എനിക്ക് അതില് ഇപ്പോ ഒരു BBS ഡാറ്റ ഉണ്ട് എങ്കിൽ സാമ്പിളും കൂടി കാണിക്കാവേ. ഈ ഒരു സ്ലാബിന് BBS ഇത് കണ്ടോ, ഇതിന്റെ ടോട്ടൽ വെയിറ്റ് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് 637 kg ആണ്. അതിന്റെ BBSന്റെ കണ്ടോ കട്ട് ചെയ്യേണ്ട ബാറുകളുടെ ഡീറ്റെയിൽസ് ആണ് ഈ തന്നേക്കുന്നത്. ഇതിന്റെ കട്ടിംഗ് പാറ്റേൺ ആണ് ഈ വരുന്നത്. ഈ കട്ടിംഗ് പാറ്റേണിൽ നോക്കാം. ആദ്യം ഒരു 800 ലെങ്ത് മുറിച്ചു, പിന്നെ 1 മീറ്ററിന് ഒരു ബാറാ മുറിക്കുന്നത്. അങ്ങനെ 8 ഫുൾ ലെങ്ത് 8 പീസസ് മുറിച്ചതിന് ശേഷം ബാലൻസ് നമുക്ക് വീണ്ടും ഒരു 800 ബാർ മുറിക്കാനുള്ള ലെങ്ത് അതിൽ അവൈലബിൾ ആണ്. സോ സോഫ്റ്റ്വെയർ തന്നെ കുറെ കോമ്പിനേഷൻസ് ഈ ലെങ്ത്തുകളെല്ലാം എടുത്തു വെക്കും, നമ്പർ ഓഫ് ബാർ എടുത്തു വെക്കും. അത് വെച്ച് സോഫ്റ്റ്വെയർ ഒരു കോമ്പിനേഷൻ പ്രിപ്പയർ ചെയ്യും. ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് വേസ്റ്റേജ് കുറയുന്ന കോമ്പിനേഷനാണ്. സോ എല്ലാ കോമ്പിനേഷൻസും ട്രൈ ചെയ്തിട്ട് ഏറ്റവും കുറവ് വേസ്റ്റ്
വേസ്റ്റ് ആയിട്ട് വരുന്ന ലെങ്ത് വളരെ ചെറുത്, അല്ലെങ്കിൽ റീയൂസബിൾ ആയിട്ടുള്ള ഒരു ലെങ്ത്തിലേക്ക് കിട്ടുന്ന രീതിയിൽ കട്ടിങ് കൺട്രോൾ ചെയ്യുന്ന രീതിയിലായിരിക്കും സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുക. സോ നമുക്ക് ഈ കാണുന്ന ലെങ്ത് 1, 2, 3 എന്ന് പറയുന്നത്, ഈ ഒരു റോ നോക്കിയാൽ നമ്മളൊരു 12 മീറ്ററിന്റെ ബാർ എടുത്താൽ അതിൽ നിന്ന് എഫക്റ്റീവ് ആയിട്ട് എത്ര പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നതാണ് ഇത് കാണിക്കുന്നത്. സോ നമുക്ക് 25 ആണ് വേസ്റ്റ് ലെങ്ത് വരുന്നത്, വേസ്റ്റേജ് വരുന്നത്, വേസ്റ്റ് ലെങ്ത് വരുന്നതൊക്കെ ഇതിനകത്ത് കറക്റ്റ് കാണിക്കും. ഇവിടെ നോക്കിയേ 11825 മീറ്റർ അതിൽ ഓൾറെഡി മുറിച്ചു കഴിഞ്ഞു. അത് 11.8 മീറ്റേഴ്സ് മുറിച്ചു, ബാലൻസ് 0.175 മീറ്റേഴ്സ് നമുക്ക് ബാലൻസ് വേസ്റ്റ് ആയിട്ടുണ്ട്. അതായത് 175 വേസ്റ്റ് പീസ് ഉണ്ട് എന്ന രീതിയിൽ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് അതിന്റെ ഡാറ്റ കിട്ടും. ഓക്കെ, സോ ഈ ഒരു പാറ്റേൺ നമ്മൾ മാനുവലി ഇരുന്ന് പ്രിപ്പയർ ചെയ്യുമ്പോൾ മണിക്കൂറോളം എടുക്കും. കാര്യം എനിക്ക് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഒരു പ്രൊജക്റ്റിനകത്ത് ചെറിയൊരു പാറ്റേൺ ചെയ്യാൻ, ഈ ഒരു കട്ടിങ് പാറ്റേൺ ഞാൻ മാനുവലി ചെയ്യാൻ എനിക്ക് 15 മിനിറ്റ് എടുക്കുന്നു. പക്ഷെ സോഫ്റ്റ്വെയറിലാണെങ്കിൽ മൊത്തത്തിൽ ഞാൻ നേരത്തെ കാണിച്ച ഈ ഒരു കട്ടിങ് പാറ്റേൺ പ്രിപ്പയർ ചെയ്യാൻ ആകെ 5 മിനിറ്റ് മതി. ഇത്രയും എണ്ണം ബാറിന് ആകെ ഞാൻ കാണിച്ച ടേബിളിന്റെ അകത്ത് ആകെ കുറച്ച് എണ്ണമേ ഉള്ളൂ. പക്ഷെ അതേസമയം ഇത്രയും ഡിഫറെന്റ് കട്ടിങ് ലെങ്ത്തുകളെ സിങ്ക്രണൈസ് ചെയ്ത് ബെസ്റ്റ് പാറ്റേൺ തരാൻ വേണ്ടിയിട്ട് സോഫ്റ്റ്വെയറിന് അത്ര തന്നെ ടൈമേ എടുക്കുന്നുള്ളൂ. എത്ര വലിയ ഫയലായാലും 5 മിനിറ്റ് അത്രേ എടുക്കത്തുള്ളൂ. ഓക്കെ, ഇത് BBSന്റെ BBS അസൈൻമെന്റ് ചെയ്യുന്നവര് ഇതും കൂടി ഒന്ന് ചെയ്യാൻ നോക്കണം. ഇനി ഇതിന്റെ ഒപ്റ്റിമാക്സ് സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്ന കാണിച്ചു തരാം. ഓക്കെ, ആദ്യം ഈ സോഫ്റ്റ്വെയറിനകത്ത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്. ആദ്യം ഒരു ക്ലയന്റിനെ ക്രിയേറ്റ് ചെയ്യണം, പിന്നെ സൈറ്റിലേക്ക് വാങ്ങിയ സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം, പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്യുക, അതിന് റിസൾട്ട് എടുക്കുക. 4 സ്റ്റെപ്പ് ഉള്ളൂ. ആദ്യം ക്ലയന്റ് വെച്ചിട്ടാണ് നമ്മൾ ഡാറ്റ സേവ് ചെയ്യുന്നത്. സോ ക്ലയന്റിന്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഗിറ്റ്സ് അഡ്രസ്, നിങ്ങളുടെ ഒരു അഡ്രസ്, ഫോൺ നമ്പർ ഓക്കെ, നമ്പേഴ്സ് ആഡ് ചെയ്യുക. ഫാക്സ് ഒക്കെ നമുക്ക് എൻ്റർ ചെയ്യണം, ജസ്റ്റ് വാല്യൂ ഇല്ലെങ്കിൽ റാൻഡം കൊണ്ടിട്ട് നമ്പർ ഇട്ടാലും മതി. ഇമെയിൽ ഒക്കെ കറക്റ്റ് എൻ്റർ ചെയ്യാം. അങ്ങനെ ക്രിയേറ്റ് ചെയ്തേക്കുന്ന കുറെ ക്ലയൻസ് ആയി കാണിക്കുന്നത്. ജസ്റ്റ് സേവ് ചെയ്യാം, പുതിയ എൻട്രി ചെയ്യാം, അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഇതിനകത്ത് ഉള്ളത്. ഞാനിപ്പോ പറഞ്ഞാൽ വേറെ ക്രിയേറ്റ് ചെയ്ത സമയം കളയുന്നില്ല, ഞാൻ യൂസ് ചെയ്യാൻ പോവാ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാല് ക്ലയന്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്ക് ആഡ് ചെയ്യണം. സോ സോഫ്റ്റ്വെയറിന് എത്ര മെറ്റീരിയൽ സൈറ്റിൽ അവൈലബിൾ ആണെന്ന് അറിയാൻ പറ്റണം. അതിന് നമ്മൾ ആഡ് സ്റ്റോക്ക് ഓപ്ഷൻ എടുക്കും. ഇതിന്റെ അകത്ത് ഇന്നത്തെ ഡേറ്റില് ID ഓട്ടോമാറ്റിക് ആണ് കയറി വരുന്നത്. സ്റ്റോക്ക് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ID ക്രിയേറ്റ് ആയിക്കോളും. ഇതിനകത്ത് സ്റ്റോക്ക് ആഡ് ചെയ്തേക്കുന്ന ഐഡികളായി കാണുന്നത്. ഇനിയുള്ള ID ഓട്ടോമാറ്റിക് 21 എന്ന് പറഞ്ഞാൽ അത് ആഡ് ആയിക്കോളും. നമ്പർ ഓഫ് ബാറിലാണോ ടണ്ണിലാണോ നിങ്ങൾ എൻ്റർ ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത്. നമ്പറിലാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഇനിയിപ്പോ സൈറ്റിൽ നമ്പർ അല്ല, നിങ്ങൾക്ക് ടൺസിലാണ് ഇപ്പൊ പർച്ചേസ് ഇൻവോയ്സ് ഒക്കെ കിട്ടുന്നെങ്കിൽ ടൺസിലായിരിക്കും എൻട്രി ചെയ്യാൻ എളുപ്പം. അറ്റ് എ ടൈം ഒരു ഡൈ ഓഫ് ബാർ എൻ്റർ ചെയ്യാം, ഡിഫറെന്റ് ഡൈ ഓഫ് ബാറും എൻ്റർ ചെയ്യാം കേട്ടോ. ഗ്രേഡ് ഓഫ് സ്റ്റീൽ ചൂസ് ചെയ്യുക. ബ്രാൻഡ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തും കൊടുക്കാം, ഓൾറെഡി ഡ്രോപ്പ് ഡൗണിൽ അവൈലബിൾ ആണെങ്കിൽ അത് സെലക്ട് ചെയ്തും കൊടുക്കാം. ഞാൻ വേറെ ബ്രാൻഡ് ഇട്ട് നോക്കാം. വൈശാഖും കളിയത്തും ടാറ്റയും കിടപ്പുണ്ട്. ഇതല്ലാതെ മാസ്കം എന്ന് പറയുന്ന ബ്രാൻഡ് ഉണ്ട്, അതൊന്ന് ജസ്റ്റ് നോക്കാം. 8mm ഡയ, ലെങ്ത് ഓഫ് ബാർ 12 മീറ്റർ, ക്വാണ്ടിറ്റി ഞാനൊരു 500 ബാർ. സോ 500 എണ്ണം നമ്പർ വാങ്ങുവാണ് എന്ന രീതിയിൽ സേവ് ചെയ്യണേ. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നേരെ എക്സിക്യൂട്ട് ആണ്. എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു BBS ഡാറ്റ ഓപ്പൺ ചെയ്ത് കൊടുക്കണം. സോ ഒന്നില്ലെങ്കിൽ നമുക്ക് ERP നിന്ന് ഡൗൺലോഡ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ഒരു എക്സലിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാം. ERP-യിൽ നിന്ന് എടുക്കാനാണ് ഈ ഫസ്റ്റ് ഡയലോഗ് ബോക്സ് വരുന്നത്. നോ, ഞാനിപ്പോൾ ERP-ന്ന് എടുക്കുന്നില്ല, ജസ്റ്റ് എക്സൽ എന്നുള്ള കോമൺ മെത്തേഡ് കാണിക്കാം. ERP പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ കണക്ഷൻ മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. പ്രൊസീജിയർ ഒന്നും വ്യത്യാസമില്ല, ജസ്റ്റ് ആ യെസ് കൊടുത്താൽ ERP-യിൽ പ്രൊജക്റ്റിന്റെ ID ചോദിക്കും, അത് മാത്രം എൻ്റർ ചെയ്ത് കൊടുത്താൽ ഡാറ്റ ഓട്ടോമാറ്റിക് ഇതിലേക്ക് ലോഡ് ആയിക്കോളും. ഇനി ഞാൻ ഇവിടുന്ന് ക്ലയന്റ് സെലക്ട് ചെയ്യുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഫോൾഡർ ഓപ്പൺ ചെയ്യാനുള്ള വിൻഡോ വരും. ഞാൻ സേവ് ചെയ്തേക്കുന്ന ആ BBS ഫയല്
ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന സാമ്പിള്, സ്ലാബിന്റെ സാമ്പിൾ എടുക്കുവാണ് ഞാൻ. ഓപ്പൺ ചെയ്യുമ്പോൾ ആ സെയിം ഡാറ്റ ഇവിടെ ലോഡ് ആകും. എന്നിട്ട് സേവ് കൊടുക്കുക. എനിക്ക് ഏത് കട്ടിങ് ബാർ ഡൈയും ഇതിൽ എൻട്രി ചെയ്യാം കേട്ടോ, പ്രശ്നമില്ല. പക്ഷെ കട്ടിങ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അറ്റ് എ ടൈം ഒരു ഡൈ ആയിരിക്കും കട്ടിങ് പാറ്റേൺ ക്രിയേറ്റ് ആവുന്നത്. സേവ് ചെയ്ത് കൊടുക്കുക, ക്ലോസ് ചെയ്യുക, എക്സിക്യൂട്ട് എടുക്കുക. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ക്ലയന്റിന്റെ പേരും ഡൈ ഓഫ് ബാറും അതുപോലെ തന്നെ ഗ്രേഡ് ഓഫ് സ്റ്റീല്, മാനുഫാക്ചർ, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഏത് സ്റ്റോക്കിൽ നിന്ന് കട്ട് ചെയ്യണമെന്ന് മനസ്സിലാവുന്നത്. സോ ക്ലയന്റിന്റെ പേര്, സ്റ്റോക്കിന്റെ എൻ്റർ ചെയ്യുന്ന ഡീറ്റെയിൽസ്, ഇത് രണ്ടും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സേവ് ചെയ്ത് കൊടുത്തേക്കുന്ന BBS ഡാറ്റ കണക്ട് ആവുന്നത്. ഓക്കെ, എന്നിട്ട് മാർജിൻ കൊടുക്കുന്നത്, അതായത് നിങ്ങൾക്ക് ഇത്ര ലെങ്ത് താഴെയുള്ള ബാർ കട്ട് ചെയ്യണ്ട എന്നാണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ മാർജിൻ നമുക്ക് അതിനനുസരിച്ച് ഫിക്സ് ചെയ്യാം. ഇപ്പൊ ഞാൻ മാർജിൻ അങ്ങനെ എനിക്കൊന്നും കൊടുക്കണ്ടെങ്കിൽ 0 എന്ന് വിടാം, 12 മീറ്റർ എന്ന് വിടാം. ഓക്കെ, ഇനി ഓൾറെഡി ഞാൻ ഒരു തവണ കട്ട് ചെയ്തതിന്റെ ബാലൻസ് സ്റ്റോക്ക് ഉണ്ട്, അതിൽ നിന്നാണ് അടുത്ത സെറ്റ് ബാർ എനിക്ക് മുറിക്കേണ്ടതെങ്കിൽ ആ അവൈലബിൾ സ്റ്റോക്ക് ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും കേട്ടോ. ഇതിപ്പോ ഫ്രഷ് സ്റ്റോക്കിൽ നിന്ന് കട്ട് ചെയ്യുന്നതുകൊണ്ടാണ് 12 മീറ്റർ മാത്രം കാണിക്കുന്നത്. ഓൾറെഡി ഞാൻ കുറെ കട്ട് ചെയ്തിട്ട് ബാലൻസ് ഇനി കുറെ ബാറുകളുടെ ഡാറ്റ ഞാൻ ഒപ്റ്റിമാക്സിൽ സേവ് ചെയ്ത് വെക്കുവാണെങ്കിൽ ആ ക്ലയന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഡാറ്റ സേവ് ചെയ്ത് വെച്ചാൽ ആ കട്ട് ലെങ്തുകൾ നമുക്ക് ഇവിടെ കാണിക്കും. ഇത് തന്നെ ഞാൻ വേണമെങ്കിൽ വേറെ ഡൈയിലോ അല്ലെങ്കിൽ വേറെ മാനുഫാക്ചറിലോ നോക്കാം. അപ്പൊ ചിലപ്പോ ഇതിനകത്ത് മാറി വരും. ഇതിലിപ്പോ അങ്ങനെ വേറെ ഞാൻ ചെയ്തതിന് സേവ് ചെയ്തിട്ടില്ല. സേവ് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ആ എല്ലാ സ്റ്റോക്ക് ഓൾറെഡി എല്ലാ ലോഡ് പീസസ് എന്നുള്ള ഓപ്ഷൻ അതിനാ കൊടുത്തേക്കുന്നത്. എല്ലാ സ്റ്റോക്കിന്റെ ബാലൻസ് പീസസ് ലോഡ് ചെയ്തിട്ട് അതിൽ നിന്ന് വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഇനി ഇവിടെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഡീഫോൾട്ട് ആയിട്ട് സോഫ്റ്റ്വെയർ അതിനൊരു കട്ടിംഗ് പാറ്റേൺ ഡിസൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ബെസ്റ്റ് കോമ്പിനേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ ആദ്യം ഒരു ബാർ ലെങ്ത് എടുത്തു, അതായത് 8 mm ഫസ്റ്റ് റോ മാത്രം എടുത്തിട്ട് അത് മാത്രം ആദ്യം കട്ട് ചെയ്യുക, എന്നിട്ട് അടുത്ത് കട്ട് ചെയ്യുക. അങ്ങനെ ഇപ്പൊ നേരത്തെ നമ്മൾ കണ്ടതിൽ പല ലെങ്ത് ഉള്ള ബാർ മിക്സ് ചെയ്തിട്ട് ഒരു കോമ്പിനേഷൻ അവർ ഉണ്ടാക്കിയേക്കുന്നത്. അതിന് പകരം എനിക്ക് ഒരേ ലെങ്ത് മാത്രം യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊരു കോമ്പിനേഷൻ ആണ് യൂസ് ചെയ്യേണ്ടതെങ്കിൽ യൂസ് 1 ഓപ്ഷൻ എടുത്തിട്ട് ചെയ്യാം. പിന്നെ ഇതെല്ലാം നോക്കണം എന്നാണെങ്കിൽ ചെക്ക് ഓൾ ഓപ്ഷൻ. ഞാനിപ്പോ എന്തായാലും ട്രൈ ഫോർ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. എക്സിക്യൂട്ട് കൊടുക്കുക. ടിക്ക് ചെയ്തില്ല, പോയി. ഓക്കെ, ഇപ്പൊ അത് ആ ഫുൾ BBS ഡാറ്റ എടുത്തിട്ട് കട്ടിംഗ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇത് ജസ്റ്റ് കോമ്പിനേഷൻസ് പ്രിപ്പയർ ചെയ്യുക. 1-2 മിനിറ്റത്തെ കാര്യമുള്ളൂ, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. സ്റ്റോക്ക് എൻട്രിയിലൊക്കെയാണ് കുറച്ച് നമുക്ക് സമയം പോവുള്ളൂ, അതുകൊണ്ട് 5 മിനിറ്റ് പറഞ്ഞേ. ഇല്ലെങ്കിൽ 1-2 മിനിറ്റ് കൊണ്ട് ഈ പരിപാടി തീരും. അതേസമയം നമ്മളിത് മാനുവലി ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കുറേ പാടുപെട്ട് കഴിയുമ്പോഴായിരിക്കും ഏറ്റവും നല്ല എഫക്റ്റീവ് പാറ്റേൺ കിട്ടുക. ഇത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഇനി ബാലൻസ് എന്തെങ്കിലും ബാർ കാണിക്കുകയാണെങ്കിൽ അത്രയും ബാർ ഇപ്പൊ നമ്മൾ ഇത് റൺ ചെയ്തപ്പോ കണ്ടു. ഇവിടെ പാറ്റേൺ വരുമ്പോൾ ഇപ്പുറത്ത് ഇവിടെ ബാർ ടു കട്ട് എന്നുള്ള രീതിയിൽ ഇനി ആ BBS ഡാറ്റയിൽ എത്ര ബാർ കട്ട് ചെയ്യേണ്ടത് കാണിക്കും. ഫൈനലി ഫുള്ള് തീർന്നാൽ മാത്രമാണ് ഇത് കാലിയായിട്ട് കാണിക്കുക. ഇത് സേവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഇതിന്റെ കട്ടിംഗ് പാറ്റേൺ ആണ് കിട്ടിയേക്കുന്നത്. ഈ ഒരു പാറ്റേണിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേസ്റ്റേജ് ഇല്ലാണ്ട് കിട്ടും. അതുകൊണ്ടോ ഫുൾ ലെങ്ത് എന്ന് പറയുമ്പോൾ ഇപ്പൊ എത്ര ലെങ്തുകളുണ്ട്? 1 ഏകദേശം 14 ലെങ്തുകൾ നമുക്ക് ഒരു ബാറിൽ നിന്ന് മുറിക്കുന്ന രീതിയിലുള്ള കോമ്പിനേഷൻ വരെ വന്നിട്ടുണ്ട്. 3 എണ്ണം, 4 എണ്ണം, 5, 10 അങ്ങനെ പല കോമ്പിനേഷൻസ് ക്രിയേറ്റ് ചെയ്ത് അതിന്റെ വേസ്റ്റ് കാണിച്ചിട്ടുണ്ടോ. ഫുള്ള് 12 മീറ്റർ യൂട്ടിലൈസ് ചെയ്ത കോമ്പിനേഷൻസ് വരെ വന്നിട്ടുണ്ട്. 0 വേസ്റ്റേജ് എന്നുള്ള കേസ് വരെ വന്നു. ഇനി ഇതല്ലാതെ റിസൾട്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് കാണാം ഇപ്പൊ നമ്മൾ കറന്റ് റൺ ആയേക്കുന്ന എല്ലാ ഒപ്റ്റിമൈസേഷൻ റിസൾട്ട്സ്. ഇപ്പൊ എനിക്ക് മൾട്ടിപ്പിൾ ക്ലയൻസിന് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നൊന്നായിട്ട് എല്ലാം ഇവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്യും. അതിൽ ഏത് ക്ലയന്റിനെ ആണെന്ന് സെലക്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് റിസൾട്ട് ഡാറ്റ ഇവിടെ വരും. ഇവിടെ കാണിച്ചിട്ടെന്ന് വെച്ചാൽ ടോട്ടൽ ഇത്ര ലെങ്ത് എടുത്തു, അതിൽ ടോട്ടൽ വേസ്റ്റ് ആയേക്കുന്ന ഇത്ര ലെങ്ത്, അതിന്റെ പെർസെന്റേജ് ഇത്ര വേസ്റ്റേജ്, എത്ര ബാർ യൂസ് ചെയ്തു, ഡൈ ഓഫ് ബാറും ഇനി എത്ര റീയൂസബിൾ ആയിട്ടുള്ള ലെങ്ത്തും ഉണ്ട് എന്നുള്ളത് ഇവിടെ കാണിക്കുക. അതായത് നമുക്ക് 1 മീറ്ററിന്റെ പീസ് നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റും. 1 മീറ്റർ താഴെ പോകുന്ന പീസുകളാണ് മോസ്റ്റ്ലി നമുക്ക് വേസ്റ്റിൽ പോവാറ്. അപ്പൊ സ്ലാബിലൊക്കെ നമുക്ക് എങ്ങനെ ഒരു 1 മീറ്ററിന്റെ പീസ് ഒക്കെ വരാറുണ്ട്. സ്ലാബിൽ ചില കേസ് നമുക്ക് 50 വരെയൊക്കെ പോവാറുണ്ട്. കുഞ്ഞു സ്ലാബിലൊക്കെ നമുക്ക് ടോപ്പ് ബാർ ഇടുമ്പോഴത്തേക്കും
50 സെന്റിമീറ്ററിന് മേലെയുള്ള പീസുകൾ വരെയൊക്കെ നമുക്ക് പോവാറുണ്ട്. അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ യൂസബിൾ ലെങ്ത് കാണിക്കും. ഇനി ഡീറ്റെയിൽ കട്ടിംഗ് പാറ്റേൺ, നമ്മൾ നേരത്തെ സേവ് ചെയ്ത കട്ടിംഗ് പാറ്റേൺ ആണ് ഇവിടെ കാണിക്കുന്നത്. ഇതല്ലാണ്ട് ഏത് ലെങ്ത് വൈസ് ഇത് ലെങ്ത് വൈസ് ഉള്ള ഓർഡർ, അതായത് ലെങ്ത് 1 2 3 എന്ന് പറഞ്ഞ് നമ്പർ ഓഫ് ബാർ വെച്ചിട്ട് ഷോർട്ട് ആയിട്ടുള്ള റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യും. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യാം. സേവ് ചെയ്യാൻ പല ഓപ്ഷൻസ് ഉണ്ട്. ടെക്സ്റ്റ് ആയിട്ട്, എക്സൽ ആയിട്ട്, വർക്ക് ബുക്ക് ആയിട്ടൊക്കെ സേവ് ചെയ്യാൻ പറ്റും. എനിക്ക് ബാക്കി ഓപ്ഷൻസേ കുറച്ച് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അത് കാണിക്കുന്നില്ല. പക്ഷെ ബാക്കിയുള്ളവർക്ക് അത് വർക്ക് ആവും കേട്ടോ. എന്റെ എക്സലിന്റെ ഇഷ്യൂ ആണത്. ഞാൻ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഇതായിട്ട് ക്ലാഷ് ആവുന്നുണ്ട്. ഓക്കെ, ഇനി ഇന്നത്തെ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്ന് ചോദിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്റ്റോക്ക് ഓൾറെഡി കട്ട് ചെയ്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ കട്ട് ലെങ്ത്തുകൾ നമുക്ക് സേവ് ചെയ്ത് വെക്കാം. ആ ലെങ്ത് വെച്ച് വീണ്ടും ആ സൈറ്റിലേക്ക് തന്നെ അടുത്ത സെറ്റ് കട്ടിങ് വരുമ്പോൾ നമുക്ക് ആ സ്റ്റോക്ക് യൂസ് ചെയ്തതിനു ശേഷം പുതിയ സ്റ്റോക്ക് യൂസ് ചെയ്യാം എന്ന രീതിയിൽ കൊടുക്കാം. അപ്പൊ ഞാൻ യെസ് കൊടുത്താൽ അത് കട്ട് ചെയ്ത് കഴിഞ്ഞതിന്റെ ഡാറ്റ ഓൾറെഡി സേവ് ആകും. ഓക്കെ, ഇനി ഇത് ERP അപ്ഡേറ്റ് ചെയ്യണോ വേണ്ടെന്നാണ്. നോ, അപ്ഡേറ്റ് ചെയ്യണ്ട. ഓക്കെ, ഇതിപ്പോ എനിക്ക് ടെക്സ്റ്റ് ആയിട്ട് വ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കഴിയുമ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇത് എക്സലിൽ കോപ്പി ചെയ്തിട്ട് എടുക്കാം കേട്ടോ. പ്രശ്നമില്ല, നമുക്ക് അങ്ങനെ എക്സലിലേക്ക് കൺവേർട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അത് ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ കാണിച്ചു തരാം. ഇൻ കേസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വർക്ക് ആവുന്നില്ലെങ്കിൽ എങ്ങനെയാണ് അത് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. ഈ ടെക്സ്റ്റ് ഫയലിൽ നിന്ന് ഇത് കോപ്പി ചെയ്യുക, എന്നിട്ട് നേരെ ഒരു എക്സൽ ഫയൽ ഓപ്പൺ ചെയ്യുക, എക്സലിനകത്ത് പേസ്റ്റ് ചെയ്യുക. ഇതെല്ലാം ഒറ്റ ലൈനായിട്ടായിരിക്കും വന്നേക്കുന്നത്. അതായത് എ എന്ന് പറഞ്ഞ ഒറ്റ ഇതിലായിരിക്കും കയറി വന്നേക്കുന്നത്, ബിയിലല്ല, ഒറ്റ ഒരു കോളത്തിലായിരിക്കും കയറി വന്നേക്കുന്നത്. അപ്പൊ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇതിനകത്ത് ഡാറ്റ ടെക്സ്റ്റ് ടു കോളംസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് എടുക്കുക, ഡീലിമിറ്റർ എടുക്കുക, എന്നിട്ട് ഇതിനകത്ത് ഡീലിമിറ്റർ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് സിമ്പിൾ കൊടുക്കുക, സ്പേസ് സിമ്പിൾ കൊടുക്കുക. അതല്ലെങ്കിൽ ഇതിനകത്ത് ആ ഒരു ലൈൻ പോലെ കാണിച്ചിട്ടില്ലേ, ആ ലൈനിന്റെ സിമ്പിൾ കൊടുക്കുക. അപ്പൊ ഇത് ഓരോ ഇൻഡിവിജ്വൽ കോളത്തിലായി അങ്ങനെ നമുക്ക് കൊണ്ടുവരാം. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ ഒപ്റ്റിമൈസിന്റെ കാര്യം പറയാൻ. ഒപ്റ്റിമാക്സ് ചെയ്യാനും സിമ്പിൾ ആണ്. ഇതുകൊണ്ട് ഉണ്ടാകുന്ന ലാഭം എന്ന് പറയുന്നത് വളരെ അധികമാണ്. നമുക്ക് വേസ്റ്റേജ് ഒരു 40% നേരെ കൊണ്ടുവന്ന് 5 to 6% കൊണ്ടുവന്ന് നിർത്താൻ പറ്റും. അപ്പൊ നമുക്ക് അത്രയും ബഡ്ജറ്റിൽ വേരിയേഷൻ വരും. ബഡ്ജറ്റ് നന്നായി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, അതുപോലെ സൈറ്റിലെ വേസ്റ്റേജ് നന്നായി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആണ് ഒപ്റ്റിമാക്സ്. എപ്പോഴും BBS ചെയ്ത് നിർത്തിയാൽ നമുക്ക് അതിലൊരു സേവിങ്സും ഉണ്ടാകാൻ പോകുന്നില്ല. BBS എൻഷുർ ചെയ്യാന്ന് വെച്ചാൽ പ്രോപ്പർ LD, പ്രോപ്പർ ലാപ്പിംഗ് പൊസിഷൻസ്. അതിൽ സേവിങ് എന്നൊരു സൈഡ് അല്ലെങ്കിൽ വേസ്റ്റേജ് റിഡക്ഷൻ എന്നൊരു സൈഡ് വരുന്നത് ഒപ്റ്റിമാക്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. സോ ഈ രണ്ട് സോഫ്റ്റ്വെയർസും ഒരുമിച്ച് യൂസ് ചെയ്യുമ്പോഴാണ് ബെസ്റ്റ് റിസൾട്ട്സ് കിട്ടുക. ഇതിന് അസൈൻമെന്റ് ചെയ്യുന്നവർ ഇത് രണ്ടും കൂടി കമ്പിനേഷൻ, സ്ലാബിന് അസൈൻമെന്റ് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ സ്ലാബ് പ്ലസ് ഒപ്റ്റിമാക്സ് ചെയ്യാം. സ്ലാബും ബീമും കോളം ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് മൂന്നും പ്ലസ് ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ഒപ്റ്റിമാക്സ് ചെയ്യാം. അങ്ങനെ എന്ന രീതിയിൽ പ്ലാൻ ചെയ്ത് ചെയ്യണം. ഓക്കെ, പിന്നെ BBS നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറ്റ്ലീസ്റ്റ് 2 എണ്ണത്തിന്റെങ്കിലും നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. 3ഉം സബ്മിറ്റ് ചെയ്താൽ അത്രയും നല്ലത്. കാര്യം 3ഉം കൂടി സബ്മിറ്റ് ചെയ്താലും നല്ലത്. 2 എണ്ണത്തിന്റെ എന്നുള്ള രീതിയിൽ ഓപ്ഷൻ ഞാൻ വെക്കുന്നില്ല, 3ഉം വെക്കാം, അതാണ് നല്ലത്. അതിൽ എണ്ണം ഞാൻ വേണമെങ്കിൽ കുറച്ച് തരാം. ഫുള്ള് ചെയ്യേണ്ട, പകരം ഇത്ര നമ്പർ മാത്രം ചെയ്താൽ മതി. സ്ട്രക്ചർ ചെയ്തിട്ട് ചെയ്യുന്നവർക്ക് ഇത് ഈസി ആയിരിക്കും. നേരെ BBS റൺ ചെയ്യാം, BBS റിസൾട്ട് കിട്ടുക, അത് ഒപ്റ്റിമാക്സ് റൺ ചെയ്യാം. ഇത്രയും കൂടി ഈസിയാണ്. ഇതും PM മാത്രം ചെയ്യുന്നവർക്ക് ഞാൻ ഫയൽസ് അയച്ചു തരാം, ഇത്ര എണ്ണം മാത്രം ചെയ്താൽ മതി എന്നുള്ള കൺസ്ട്രെയിനും പറഞ്ഞു തരാം. ഓക്കെ, ഇത്രയും പറഞ്ഞത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കാര്യം സിമ്പിൾ ആണ്. ഒപ്റ്റിമാക്സ് പഠിപ്പിക്കാൻ വേറെ 5 മിനിറ്റ് മതി. പക്ഷെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് എത്ര ടൈം സ്പെൻഡ് ചെയ്തത്. ഇത് ഈവൻ വിതൗട്ട് ഒപ്റ്റിമാക്സ് നിങ്ങൾ ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. BBS കിട്ടുന്ന ഇൻഫർമേഷൻ നേരെ സൈഡിൽ കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ ഒത്തിരി സമയം അതിന് നിങ്ങൾക്ക് പോകും.
കട്ട് ചെയ്യണമെങ്കിൽ ഏതൊക്കെ ബാർ കോമ്പിനേഷൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും, സൈറ്റിൽ ഓൺ സ്പോട്ട് ബ്രെയിൻ സ്റ്റോം ചെയ്ത് ആ കോമ്പിനേഷൻസ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല, അത് നല്ല ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ അതിൽ നിന്ന് വേസ്റ്റേജിന്റെ പെർസെൻറ്റേജ് കൂടാനും കുറയാനും ഉള്ള ചാൻസസ് ഫ്ലക്ച്വേറ്റിംഗ് ആണ്. നിങ്ങൾക്ക് പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ചിലപ്പോൾ തിരിഞ്ഞു പോയി വരുമ്പോഴത്തേക്കും അവിടെ സൈഡിൽ നിൽക്കുന്ന ഹെൽപ്പർ അത് മൊത്തം മുറിച്ചു വെച്ചാൽ നിങ്ങൾക്ക് അത് ഫുൾ വേസ്റ്റ് ആണ്. അപ്പൊ അതിന് നല്ലത് കട്ടിംഗ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ പ്രിന്റ് എടുത്ത് സൈഡിൽ കൊടുക്കുക, അത് വെച്ച് മാത്രം മുറിക്കാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ അവർക്ക് കമ്പൽസറി ആക്കിയാൽ അവരത് ഉറപ്പായിട്ടും കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്ത് തരും. അതനുസരിച്ച് പിന്നെ പെൻഡിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കാം. പെൻഡിങ് വർക്കർ അത് കറക്റ്റ് ആയിട്ട് BBS പാറ്റേൺ നോക്കി ബെൻഡ് ചെയ്യും. പിന്നെ നമുക്ക് BBS നോക്കി തന്നെ സൈറ്റിൽ അത് ടൈ ചെയ്യാം. സ്ട്രക്ചർ ഡ്രോയിങ് തന്നെ നമുക്ക് നോക്കി റഫർ ചെയ്ത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഏത് ബാർ അവിടെ കൊടുക്കണമെന്ന് മനസ്സിലാകണം ഒരു നിർബന്ധമില്ല. സോ BBS തന്നെ യൂസ് ചെയ്ത് നമുക്ക് ഏത് ബാർ എവിടെയെന്ന് കറക്റ്റ് മാർക്ക് ചെയ്തിട്ടാ ബാർ മാർക്ക് നോക്കിയാൽ മതി. അത് നോക്കിയിട്ട് നമുക്ക് അവിടെ അത് ഇൻസേർട്ട് ചെയ്ത് ടൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ താങ്ക് യു ഓൾ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, ഗുഡ് നൈറ്റ്. നാളെ ഒരു സെഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട് സ്ട്രക്ചറിന്റെ ഫൗണ്ടേഷൻസിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതിനുശേഷം മൺഡേ ആയിരിക്കും നെക്സ്റ്റ് സെഷൻ. അപ്പൊ നാളെ സെഷൻ എന്തെങ്കിലും ചേഞ്ച് ഉണ്ട് നടക്കുന്നില്ല എങ്കിൽ മാത്രം ഞാനത് ഗ്രൂപ്പിൽ പറഞ്ഞേക്കാം. ഇല്ലെങ്കിൽ എക്സ്പെക്ട് സെഷൻ ടുമോറോ ഏകദേശം 7 o'clock ടൈമിൽ. താങ്ക് യു ഓൾ.